ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. കാരണം ഇവിടുത്തെ ഒരു കുപ്രസിദ്ധമായ ഒരു ജ്യോതിഷാലയം, നാട്ടുകാരൊക്കെ ഒരുപാട് പരാതി പറയുന്ന ഒരു ജ്യോതിഷാലയമാണ് ഈ മുരാരിയുടെ ജ്യോതിഷാലയം നമ്മുടെ മനക്കരക്കാവിലുള്ളത്. ഈ ഒരു 5:30-6 മണി സമയത്താണ് ഈ സംഭവം. ഒരു അമ്മയും മകളും കൂടെ അവിടെ ജ്യോതിഷം നോക്കാനും അതുപോലെ തന്നെ കുട്ടിയുടെ ദേഹത്ത് എന്തോ ബാധയുണ്ട് എന്ന് പറഞ്ഞ് അത് നോക്കാൻ വേണ്ടി വന്ന അവരെയാണ് ഒരു പൂജയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം അകത്തേക്ക് വിളിച്ച് ഇദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോവുകയും ഈ പീഡനം സംഭവവുമായി ബന്ധപ്പെട്ട വിഷയം അറിയുന്നു. ഇത്തരം സംഭവങ്ങൾ നിരന്തരമായി അവിടെ നടക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇത് ഔചാരികമായി പെൺകുട്ടി ബഹളം ഉണ്ടാക്കി കരഞ്ഞ് നിലവിളിച്ച് ശരീരമാകെ ബ്ലഡ് ആയി അയലോക്കത്തെ വീട്ടിൽ ഓടിക്കേറിയതുകൊണ്ട് മാത്രമാണ് ഇത് പുറംലോകം അറിഞ്ഞതും ആ വീട്ടുകാർ പോലീസിനെ അറിയിച്ചതുകൊണ്ടാണ് ഈ വിവരം അറിയുന്നത്. ഇത്തരം സംഭവങ്ങൾ നിരന്തരമായിട്ട് ഈ ഭാഗത്ത് ഇദ്ദേഹം വലിയൊരു ഫ്രോഡാണ്. പല വിഷയം ഇദ്ദേഹം പരമ്പരാഗത ജ്യോതിഷനോ കാര്യങ്ങളോ ഒന്നും അല്ല. ഈ മുരാരി എന്ന് പറയുന്ന ആൾ ഇവിടെ ഒരു ആട്ടോറിക്ഷ തൊഴിലാളിയായിട്ട് ജീവിച്ച ഒരാളാണ്. ഒരു സുപ്രഭാതത്തി അതുപോലെ തന്നെ ചാരായം വാറ്റ്, ഇങ്ങനെ വാറ്റും പ്രശ്നമായി കേസായി. അതുപോലെ തന്നെ അന്ന് തന്നെ ആട്ടോറിക്ഷ ഓടിക്കുന്ന സമയത്തും പല സ്ത്രീപീഡന കേസുണ്ടായി. നാട്ടുകാരെല്ലാം കൈവക്കി ഒരുപാട് അടിയൊക്കെ കൊണ്ട് ഇദ്ദേഹം കുറേ നാൾ ഒളിവിലായിരുന്നു. അതിനുശേഷം ഏതോ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അറബികളെയൊക്കെ പറ്റിച്ച് തിരിച്ചു വന്നിട്ട് ഇവിടെ ജ്യോതിഷനായിട്ട് ജ്യോതിഷൻ മാത്രമല്ല ഇദ്ദേഹം വലിയ തന്ത്രിയാണെന്നാണ് പറയുന്നത്. വലിയ ബോർഡൊക്കെ വെച്ച് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയും ഒരുപാട് അതുപോലെ തന്നെ വാസ്തുശാസ്ത്രവും അറിയാം. ഒരുപാട് വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ വാസ്തുവൊക്കെ ഇദ്ദേഹമാണ് നോക്കുന്നതെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുക. സോഷ്യൽ മീഡിയ വഴി അതുപോലെ തന്നെ ഒരുപാട് പൂജകൾ ഈ നമ്മുടെ തന്ത്രശാസ്ത്രങ്ങളിലൊന്നും പറയാത്ത ചില പൂജകളൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. ഇതെല്ലാം സോഷ്യൽ മീഡിയ ഇട്ട് വലിയ പ്രചരണമാണ്. ഇതൊക്കെ കണ്ട് ലക്ഷങ്ങൾ പറഞ്ഞാണ് ആളുകൾ ഇത്തരം അന്ധവിശ്വാസത്തിൽപ്പെട്ട് ഇദ്ദേഹത്തെ കൊണ്ട് പൂജ ചെയ്യിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് അബദ്ധം പറ്റിയാണ് പലരും ഇദ്ദേഹത്തെ ഈ ജ്യോതിഷനെ സമീപിക്കുന്നത്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഇത്തരം സംഭവങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിനെ ഇവിടെ സംരക്ഷിക്കുന്നത് ഇവിടുത്തെ ഇടതുപക്ഷ പ്രത്യേകിച്ച് മന്ത്രി ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുമായിട്ട് വലിയ ബന്ധമുണ്ട്. അവരാണ് ഇദ്ദേഹത്തെ സംരക്ഷിച്ചു പോകുന്നത്. ഇപ്പോൾ ഇന്നലെ തന്നെ ഇദ്ദേഹം ഓടി രക്ഷപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ പോലീസ് ഈ പരിസരത്തൊക്കെ കിടന്ന് കറങ്ങുന്നതല്ലാതെ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ പോയ ആ CCTV ഫുട്ടേജ് പോലും എടുത്ത് പരിശോധിച്ചിട്ടില്ല. ഇദ്ദേഹം എവിടെ പോയി? കാരണം ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടി പുറത്തിറങ്ങാനുള്ള സഹായമെല്ലാം പോലീസ് ചെയ്തിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സർക്കാരിലെ വലിയ സമ്മർദ്ദം ഇദ്ദേഹം ചെലുത്തുന്നു എന്നാണ് മനസ്സിലായത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ചാനൽ മുതലാളി അദ്ദേഹം ഏതൊക്കെ ചാനലിൽ ഇരുന്നോ അവിടെ എല്ലാം ഇദ്ദേഹത്തെ കൊണ്ടുപോയി പരിപാടിയാണ്. ഈ അടുത്ത കാലത്ത് ഇരുന്ന ആ ചാനലിലും അദ്ദേഹം ആ പരിപാടി ഇദ്ദേഹത്തെ കൊണ്ടുപോയി വലിയ ജ്യോതിഷനാണെന്നും പറഞ്ഞുകൊണ്ട് പ്രദർശിപ്പിച്ച് അദ്ദേഹം പറയുന്ന വാക്കുകളൊക്കെ എന്തോ വലിയ പ്രാധാന്യത്തോടു കൂടി ആ മാധ്യമ സ്ഥാപനം കാണിച്ചു. സത്യത്തിൽ ശുദ്ധ തട്ടിപ്പുകാരനാണ്. ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കണം ആണ് നമുക്ക് പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തെ അറസ്റ്റ് ജ്യോതിഷത്തിൻ